ഹലോ, ഞാൻ പുതിയൊരു ഫേസ് മാസ്ക് പരിചയപ്പെടുത്താൻ വന്നതാണ്. നമുക്ക് ഒരു റൈസിൻ്റെ ഒരു ഫേസ് പാക്കാണ് പുതിയതാണ്. ഞാൻ ആക്ച്വലി ഇതല്ല യൂസ് ചെയ്യുന്നത്. ഞാൻ മറ്റേ ചാർക്കോളിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാനൊന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് വാങ്ങിച്ച് ട്രൈ ചെയ്തതാണ്. ഇതൊക്കെ ഓർമ്മ എന്ത് വിചാരിക്കുന്നറിയോ? ആക്ച്വലി ആൾക്കാരൊക്കെ ഇതൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട്, ബ്രൈറ്റനിങ് ഫോർ ബ്രൈറ്റനിങ്ങിനാണ് എഴുതി വെച്ചേക്കുന്നത് ഫേഷ്യൽ മാസ്ക്. പക്ഷേ ഓൾറെഡി എൻ്റെ മുഖം ബ്രൈറ്റ് ആണ്, എന്നാലും ഞാൻ കുറച്ചുകൂടെ ബ്രൈറ്റ് ആക്കാൻ ചെയ്യുന്നത്. എത്രക്കും ബ്രൈറ്റ് ആക്കി എന്ന് പറഞ്ഞാലില്ലേ, പണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും ഞാനും എൻ്റെ അനിയനൊക്കെ ഞങ്ങൾ എൻ്റെ അച്ഛൻ വീട്ടിലില്ല, എൻ്റെ അച്ഛൻ സൗദിയിലായിരുന്ന സമയത്ത്. അപ്പം ഞങ്ങൾ മൂന്നുപേരും, ഞാൻ എൻ്റെ അമ്മ എൻ്റെ അനിയൻ, ഞങ്ങൾ മൂന്നുപേരുടെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഈ വിളക്കൊക്കെ കത്തിച്ച് സന്ധ്യ സമയമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എന്താ ചെയ്യും, അവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും കുറച്ച് വെളുപ്പ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ അഹങ്കാരം അവർക്ക് രണ്ടുപേർക്കും നന്നായിട്ടുണ്ട്. അപ്പോൾ പണ്ടൊക്കെ കുഞ്ഞിൻ്റെ എൻ്റെ അമ്മ പറയുന്നോട് നീ പൊന്നു വാ അച്ഛനും വാ എന്ന് പറഞ്ഞിട്ട് മുട്ടിൻ്റെ അവിടെ വരെ അമ്മ ഡ്രസ്സ് നോക്കി മുകളിലോട്ട് കയറ്റി വെക്കും, അച്ഛനും കയറ്റി വെക്കും, ഞാനും കയറ്റി വെച്ചിട്ട് നോക്കുക. അപ്പം ഞങ്ങൾ കളർ ആർക്കാന്ന് നോക്കുന്നതാണ്. കളർ നോക്കുമ്പോൾ അമ്മയുടെ രണ്ട് മക്കളാണ്, രണ്ടാം മൂത്തതാണ് ഞാൻ, ഇളയതാണ് എൻ്റെ അനിയന്. ഈ രണ്ടെണ്ണത്തിൽ ആർക്കാണ് വെളുപ്പ് കൂടുതൽ നോക്കുന്നതാണ്. അമ്മയുടെ നിറം കിട്ടിയേക്കുന്നത് എൻ്റെ അനിയൻ, അത് ഞാൻ അഗ്രി ചെയ്യുന്നു. എൻ്റെ അച്ഛൻ്റെ കളറാണ് എനിക്ക്, ഞാൻ അതിൽ പ്രൗഡ്ലി ഐ എം സേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഈ കളർ. ബിക്കോസ് ഞാനിപ്പോൾ നല്ല എടുത്തത് അതുകൊണ്ട് നല്ല എടുത്തല്ല, എനിക്കറിയാലോ ഞാൻ വെളുത്താണല്ലോ, അത് വെളുപ്പിലും കറുപ്പിലും വേറെ കാര്യമൊന്നുമില്ല. അതൊക്കെ അപ്പോൾ അന്ന് ഇവർ രണ്ടുപേരുടെ എൻ്റെ കലവിടെ വെച്ച് നോക്കി, മൂന്ന് പേരും കൂടെ വട്ടത്തിൽ നോക്കില്ലേ. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ കറുത്തതാണ്. ആ നഗ്നമായ സത്യം ഞാനൊന്ന് മനസ്സിലാക്കി. എൻ്റെ കാല് കറുത്തിരിക്കുന്നു, ഇവർ രണ്ടുപേരും കൂടെ ചോറ് പണി പോലെ വെറുത്തിരിക്കുന്നു, വെള്ളരിച്ചോറ് പോലെ, ഞാൻ ഗോതമ്പ് പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് ആ ഒരു സത്യം തിരിച്ചറിഞ്ഞ് ഞാൻ എൻ്റെ അച്ഛനെ വീട്ടിൽ പെട്ടെന്ന് വിളിച്ചു, സൗദിയിലോട്ട് കോൾ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അച്ചാച്ചി ഞാൻ കാത്തിരിക്കും, അച്ചാച്ചി എനിക്ക് വെളുക്കണം, എനിക്ക് വെളുക്കാൻ മരുന്ന് കൊടുത്താൽ കാര്യത്തില്ല എന്നെ എൻ്റെ അച്ഛൻ കൊടുത്തു തന്നു വെളുക്കാനേ. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടേ നമ്മുടെ നാട്ടിലൊക്കെ ഒലിവ് ഓയിലല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെളുക്കാൻ വേണ്ടിയിട്ടാണ് ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഒലിവ് ഓയിൽ വേണം, എനിക്ക് ഒലിവ് ഓയിൽ വേണം, വെളുക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അച്ഛൻ എന്ത് ചെയ്തു, സൗദിയിൽ നിന്ന് അപ്പോൾ എനിക്ക് ഒലിവ് ഓയിൽ വലിയ ഡപ്പയിൽ കൊണ്ടു തന്നപ്പോൾ ഞാൻ ഈ ഡപ്പ ഇപ്പോൾ വെളുക്കുമെന്ന് കരുതിയിട്ട് ഞാൻ എന്താ ബാത്റൂമിലോട്ട് കയറി 3/4 മണിക്കൂറൊക്കെ തേച്ച് അരച്ച് പിടിപ്പിച്ച് നിൽക്കുവേ. എന്തിനാ വെളുക്കും, കുളിച്ച് കഴിഞ്ഞാൽ വെളുക്കുമെന്ന് കരുതിയിട്ട് എണ്ണ. അതുകൊണ്ട് എന്താ സോപ്പ് പോലും സംടൈംസ് ഞാൻ ഇടാറില്ല. എന്താ ആ തേച്ച് എണ്ണ പോയി കഴിഞ്ഞാൽ വെളുപ്പ് കറുപ്പ് വരുമല്ലോ, പിന്നെ ആ വെളുപ്പ് പോകത്തില്ലെന്ന് വിചാരിച്ചു സോപ്പ് പോലും ഞാൻ അങ്ങോട്ട് ശരിയിടത്തില്ല. എന്നിട്ട് എന്താ കുറേ ഒരു മാസത്തോളം ഞാൻ തേച്ച് കുളിച്ചു, വലിയ പ്രയോജനമൊന്നും കണ്ടില്ല. എനിക്ക് തോന്നുന്നു മുമ്പത്തെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഞാൻ കറുത്തെന്ന് തോന്നി ഒലിവ് തേച്ച് കുളിച്ചപ്പോഴേ. അങ്ങനെ ഒരു ദിവസം ഞാൻ എന്താ തേക്കലൊന്നും നിർത്തി, അതിലും കാര്യമില്ലെന്ന് മനസ്സിലായി. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ കോളേജിലൊക്കെ പഠിക്കാൻ പോയപ്പോൾ പിന്നെ വെയിലൊന്നും കൊള്ളുന്നില്ലല്ലോ. വെയിലൊക്കെ കൊള്ളാണ്ടായി കഴിഞ്ഞപ്പോൾ കോളേജ് റൂം അങ്ങനെ ആയിരുന്നു. അപ്പോൾ കർണാടകയിൽ അങ്ങനെ പോയപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് വേറെ അല്ലേ. അപ്പോൾ ആ ക്ലൈമറ്റിൻ്റെ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി വെളുക്കാൻ തുടങ്ങി. ഇപ്പോൾ അവർ രണ്ടുപേരും കൂടെ എൻ്റെ കാലും കൈയൊക്കെ വന്ന് നോക്കിയാൽ ഞാനാണ് ഇപ്പോൾ അവർ രണ്ടുപേരും കൂടെ. ഇപ്പോൾ അവരെ രണ്ടുപേരും ഞാൻ കളിയാക്കും. അതാ പറയുന്നത്, നമ്മൾ പണ്ട് ആരെ കളിയാക്കിയാലും ശരി, അപ്പോൾ അവർ ആ കളിയാക്കലിനെ നിന്ന് തരുവേ. പക്ഷേ കാലം വലിയ കുറേ സമയം കഴിയുമ്പോൾ അവരെ അവരെ അതുപോലെ ആക്കും. നമ്മൾ നിന്ന് അതേ സിറ്റുവേഷനിൽ അവരെ അതുപോലെ നിർത്തും. അങ്ങനെ നിർത്തുമ്പോൾ നമുക്ക് ചോദിക്കാം, കഴിഞ്ഞ പ്രാവശ്യം ഒരു 3-4 മാസത്തിന് മുന്നേ എൻ്റെ കല്യാണം വരും. ആ കല്യാണത്തിൻ്റെ സമയത്ത് ഞാൻ സൗദിയിൽ നിന്ന് വന്നേയുള്ളൂ. അപ്പം ഞാൻ എന്നിട്ട് അടുത്തോടെ ചെന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ പറയടാ ആരാ എൻ്റെ അനിയനോട് ഞാൻ ചോദിച്ചു, എൻ്റെ മാതാശ്രീയോട് ഞാൻ ചോദിച്ചു ആരാ ഇവിടുത്തെ ആരാ പറയാം.